Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലത്ത് കോൺഗ്രസിൽ നിന്ന് 14 വർഷം മുൻപ് പുറത്താക്കപ്പെട്ട DCC മുൻ അംഗവും നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ എസ് ഷെൽവൻ ഉൾപ്പെടെ 10 പേരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ KPCC നേതൃത്വത്തിന്റെ തീരുമാനം. DCCയുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. 2012-ലായിരുന്നു DCC മുൻ അംഗം എസ് ഷെൽവനെതിരായ അച്ചടക്ക നടപടി. 2011-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ UDF അധികാരത്തിലെത്തിയതിനു പിന്നാലെ രൂപപ്പെട്ട വിഭാഗീയതയാണ് ഭരണമാറ്റത്തിലും അച്ചടക്ക നടപടിയിലും കലാശിച്ചത്. CPM പിന്തുണയോടെ വിജയിച്ച അവിശ്വാസ പ്രമേയത്തിലൂടെ 2012-ൽ കോൺഗ്രസ് വിമത വിഭാഗം അധികാരത്തിലെത്തിയ ഭരണത്തിൽ ഷെൽവനായിരുന്നു ഉപാധ്യക്ഷൻ. ഇതോടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നഷ്ടപ്പെട്ടു. ഭരണകാലയളവിന് ശേഷം BJP പക്ഷത്തേക്ക് മാറിയ ഷെൽവൻ 2021-ലെ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിനുശേഷം BJP ബന്ധം ഉപേക്ഷിച്ചു. പാർട്ടി 2012-ൽ നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. പലതവണ പാർട്ടിക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്താലും ഇത്രയും കാലം അത് പരിഗണിച്ചിരുന്നില്ല. ഏതായാലും ഇത്ര വൈകിട്ടാണെങ്കിലും പാർട്ടി എന്നെ തിരിച്ചെടുത്തതിൽ സന്തോഷമുണ്ട്. പാർട്ടിക്ക് എന്നെ വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ തിരിച്ചെടുത്തത്. അതുകൊണ്ട് നാളെ മുതൽ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി സജീവമായി രംഗത്തുണ്ടാകും. കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജനെതിരെ പാർട്ടിയുടെ കുത്തക വാർഡായ മീറ്റ്നയിൽ വിമതനായി മത്സരിച്ചു പരാജയപ്പെട്ട ബ്ലോക്ക് മുൻ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനും പാർട്ടിയിലേക്ക് മടങ്ങിയെത്തും. തിരഞ്ഞെടുപ്പിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിലേക്ക് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു വിജയിച്ച UP രവി 2021-ലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് CPM പക്ഷത്തേക്ക് മാറിയ ലക്കിടി മണ്ഡലം മുൻ അധ്യക്ഷൻ PS ഷാജഹാൻ, ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് മുൻ സെക്രട്ടറി UP രാജു, CT സലീം, രമ രവീന്ദ്രൻ MP, മുജീബ്, NK ശ്രീധരൻ എന്നിവരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.